3 വർഷമായി പാർലമെന്ററി, ദേവസ്വം, SC/ST വകുപ്പുകളുടെ അമരത്ത് പ്രവർത്തിച്ച വ്യക്തി. മന്ത്രിസ്ഥാനവും MLA പദവിയും രാജിവെക്കുന്നതിന് തൊട്ടുമുൻപ് സെക്രട്ടേറിയറ്റിലെത്തി സഹപ്രവർത്തകർ ഒരുക്കിയ യാത്രയയപ്പ് ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് അവിടെ നിന്നും മന്ത്രിപദവിയിലെ അവസാനത്തെ പൊതുപരിപാടിയിലേക്ക്, അതും പൂർത്തിയാക്കി ഔദ്യോഗിക വസതിയായ എസൻഡെയിനിലെത്തി. മന്ത്രിപദവിയിൽ നിന്ന് പടിയിറങ്ങുന്നതിനു മുൻപ് നിർണായകമായ ചരിത്രപരമായ ഉത്തരവും ഇറക്കി. കോളനി എന്ന പദം ഒഴിവാക്കിയുള്ള ഉത്തരവ്. 3 മണിയോടെ തൊട്ടടുത്തുള്ള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലെത്തി മന്ത്രിസ്ഥാനത്ത് നിന്നുള്ള രാജിക്കത്ത് കൈമാറി. തുടർന്ന് കാൽനടയായി പുറത്തേക്ക്. കോളനി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു അടിമത്തത്തിൻ്റെ ഒരു സിമ്പലുണ്ട്. അപ്പോൾ അത് ആ കോളനി എന്നുള്ള പേര് മാറ്റണം എന്നുള്ളത് നമ്മൾ നിരവധി ഘട്ടത്തിൽ ചർച്ച ചെയ്താണ്. എന്തായാലും ഈ ലാസ്റ്റ് മുമ്പിലുള്ളത് കോളനി നമുക്ക് അബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം. കോളനി എന്നുള്ള വാക്ക് ഓരോ പ്രദേശത്തും ഇഷ്ടമുള്ള പേരുകൾ, അത് വ്യക്തികളുടെ പേര് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. നിലവിൽ വ്യക്തികളുടെ പേരിൽ വല്ല പ്രദേശം അറിയപ്പെടുന്നുണ്ടെങ്കിൽ ആ പേരിലും ആ പേരിൻ്റെ കൂടെ കോളനി എന്നുള്ളതുണ്ടെങ്കിൽ അത് മാറ്റണം. നമ്മൾ അടുത്ത കാലത്ത് വയനാട്ടിൽ ഒരു ഗ്രാമം അത് ഉന്നതി ഗ്രാമമായിട്ട് മാറി, അതുപോലെ തന്നെ പ്രകൃതി ഗ്രാമമായിട്ട് മാറി. അവിടെ നിന്നും നേരെ നിയമസഭയിലെത്തി സ്പീക്കർക്ക് MLA സ്ഥാനത്ത് നിന്നുള്ള രാജിക്കത്ത് കൈമാറി. മന്ത്രിയായും MLA-യായും ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടുണ്ടെന്നും പാർലമെന്റിലും തന്റെ ഉത്തരവാദിത്വം നിറവേറ്റുമെന്നും K. രാധാകൃഷ്ണൻ വ്യക്തമാക്കി. 1996 ഞാൻ ഈ നിയമസഭയിലേക്ക് ആദ്യമായിട്ട് വന്നത്. ഏകദേശം 23 വർഷം ഈ നിയമസഭയിൽ അംഗമായിരിക്കാൻ കഴിഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ ഉത്തരവാദിത്വം നിറവേറ്റാനല്ലേ പോകുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ആ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ കഴിവിനനുസരിച്ച്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർലമെൻറ്റിലെത്തുമ്പോഴും നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. ഇനി 22-ാം തീയതി മുതൽ പ്രവൃത്തിപദം ദില്ലിയിലാണ്. ചേലക്കരയുടെ സ്വന്തം മന്ത്രി ഇനി ആലത്തൂരിന്റെ MP. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.